ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും ഒത്തുചേരുന്നതിനും പരസ്പരം കാണുന്നതിനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും സാധിച്ചു അല്ലേ? ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ടി വി കണ്ടു അല്ലേ? ടി വി കാണുക മാത്രമാണോ ചെയ്തത്? അതോ കൂടുതൽ സമയം കളിച്ച് കളഞ്ഞോ? കളിക്കുന്നത് കൊണ്ടും ടി വി കാണുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുട്ടികളായ നിങ്ങളുടെ പ്രധാന കടമ എന്താ? പഠനം. പഠനമാണ് കുട്ടികളുടെ പ്രധാന കടമ. അധ്യാപകർ നൽകുന്ന പഠന തുടർ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഒപ്പം ക്ലാസ് ടീച്ചർക്ക് അത് അയച്ചു കൊടുക്കുകയും വേണം. അപ്രകാരം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ? എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്? അത് തന്നെ, സൽത്തനത്ത് മുഗൾ ഭരണകാലം. ഡൽഹി കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ രാജവംശങ്ങളെ കുറിച്ചായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി ചർച്ച നടത്തിയത്. എത്ര രാജവംശങ്ങൾ ഉണ്ടായിരുന്നു? അത് തന്നെ, എത്രയാണ്? 5 രാജവംശങ്ങൾ. നമുക്കതൊന്ന് കണ്ടാലോ? ആദ്യത്തെ മംലൂക്ക് വംശം അഥവാ അടിമ വംശം. രണ്ടാമത്തേത് ഖൽജി വംശം. അടുത്തതോ തുഗ്ലക് വംശം. പിന്നെയോ സയ്യിദ് വംശം. അവസാനത്തേത് ലോധി വംശം. ഇതാണ് ആ 5 രാജവംശങ്ങൾ. ഇത് മാത്രമാണോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഡൽഹിയെ കുറിച്ച് പഠിച്ചില്ലേ? എന്താണ് ഡൽഹിയുടെ പ്രത്യേകത? അവിടെ ഒരു കുട്ടി പറയുന്നുണ്ട്. അതെ, ഡൽഹിയാണ് ഇന്ത്യയുടെ അധികാര കേന്ദ്രമായി മാറിയത്. നല്ല കുട്ടികളാണ് കേട്ടോ. എല്ലാവരും നന്നായി ഓർത്ത് പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് 3 രാജവംശങ്ങളും ഇന്ത്യയുടെ പശ്ചിമ ഭാഗം കേന്ദ്രീകരിച്ച് 1 രാജവംശവുമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. അവയെ നമുക്കൊന്ന് കണ്ടാലോ? ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ചോളവംശം, വിജയനഗര വംശം, ബാമിനി വംശം. അതോടൊപ്പം പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ച് മറാത്ത രാജവംശം. ഇവയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പഠിക്കാം. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ചോള രാജവംശത്തെക്കുറിച്ചാണ്. കോമൺ ഈറ 9-ാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം ദക്ഷിണേന്ത്യയിൽ പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ആയിരുന്നു പ്രബല ചോള ഭരണാധികാരികൾ. ശക്തമായ നാവികസേന ചോള രാജവംശത്തിനുണ്ടായിരുന്നു. ചോള രാജവംശത്തിൻ്റെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ഏറ്റവും പ്രബലമായ രാജവംശമായിരുന്നു ചോള രാജവംശം. പ്രധാന ചോള ഭരണാധികാരികളായിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ഇവരെ നമുക്കൊന്ന് കണ്ടാലോ? ഇനി നമുക്ക് ചോള രാജവംശത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. നമ്മൾ ഇപ്പോൾ ആരെയാണ് കണ്ടത്? രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ഇവർ ആരാണ്? ചോള രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ.
മാഷിനോടൊപ്പം ഒന്ന് പറയൂ. ഇവർ ചോള രാജവംശത്തിലെ ആരായിരുന്നു? പ്രധാന ചോള ഭരണാധികാരികൾ. ഇവരുടെ പേരുകൾ ഒന്ന് പറയൂ. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ഇനി മാഷിനോടൊപ്പം ഒന്നുകൂടെ ആവർത്തിച്ചൊന്ന് പറയൂ. ചോള രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. മാഷ് ഒരിക്കൽ കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ചോള രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ ആരായിരുന്നു? രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. എല്ലാവരും പഠിച്ചില്ലേ? നല്ല കുട്ടികൾ. നമുക്കിനി ചോള രാജവംശത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാം. എന്തായിരുന്നു? ശക്തമായ നാവികസേന. ഒന്ന് ശ്രദ്ധിച്ചേ. ശക്തമായ നാവികസേന. നമുക്കൊന്ന് കണ്ടാലോ? ചോള രാജവംശം ആധിപത്യം സ്ഥാപിച്ച രാജ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഭൂപടത്തിലെ നീല നിറത്തിലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ. ഭൂപടത്തിൽ ഇന്ത്യയുണ്ട് അല്ലേ? ശരിയായി തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞു. നല്ല കുട്ടികൾ. ഇന്ത്യ കൂടാതെ വേറെ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് നീലനിറം കാണുന്നത്? മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവയാണ് അവ. ഇതിൽ നിന്നും ചോള രാജവംശം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ സ്വാധീനം പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഇനി ടീച്ചർ നിങ്ങൾക്കൊരു പ്രവർത്തനം തരട്ടെ. ചോള രാജവംശം ദക്ഷിണേന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച രാജ്യങ്ങൾ ഒന്ന് കണ്ടെത്തി എഴുതൂ. ചോള രാജവംശത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കിയാൽ. ഇനി നമുക്ക് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച മറ്റൊരു രാജവംശമായ വിജയനഗര രാജവംശത്തെക്കുറിച്ച് പരിചയപ്പെടാം. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച അബ്ദുൾ റസാഖിൻ്റെ ഒരു യാത്രാ വിവരണക്കുറിപ്പിൽ നിന്നും നമുക്ക് തുടങ്ങാം. ഈ രാജാവിൻ്റെ ഭരണത്തിനു കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. പേർഷ്യൻ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖിൻ്റെ യാത്രാ വിവരണത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു? വിജയനഗര രാജ്യത്തിൽ ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. എല്ലാവരും കണ്ടല്ലോ. ഇനി നമുക്ക് വിജയനഗരത്തെ വിശദമായി പരിചയപ്പെടാം. കോമൺ ഈറ 14-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകർ ഹരിഹരൻ, ബുക്കൻ എന്നിവരായിരുന്നു. കൃഷ്ണദേവരായർ ആയിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. ഹംപി ആയിരുന്നു രാജ്യ തലസ്ഥാനം. സ്ക്രീനിൽ നമ്മൾ കണ്ടതുപോലെ വിജയനഗര രാജ്യത്തിൻ്റെ സ്ഥാപകർ 2 പേരാണ്, ഹരിഹരൻ, ബുക്കൻ. ആരെല്ലാമാണ് ഹരിഹരൻ, ബുക്കൻ? നമുക്ക് അവരുടെ ചിത്രം ഒന്ന് കണ്ടാലോ? എല്ലാവരും കണ്ടല്ലോ. നമ്മൾ ആരെയാണ് കണ്ടത്? ഹരിഹരൻ, ബുക്കൻ. ഇവരാരാണ്? വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകർ.
ഇവരെത്ര പേരുണ്ട്? 2 പേർ. 2 പേരാണ് വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകർ. ഇവരാരാണ്? ഹരിഹരൻ, ബുക്കൻ. ഒന്നുകൂടെ ടീച്ചറോടൊപ്പം ചേർന്ന് പറയൂ. വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകർ ആരെല്ലാമാണ്? 1 ഹരിഹരൻ, 2 ബുക്കൻ. എല്ലാവരും നല്ല കുട്ടികളായിട്ട് പറഞ്ഞുട്ടോ. ഇനി നമുക്ക് വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയെ പരിചയപ്പെടാം. ചിത്രം കണ്ടല്ലോ. ഇദ്ദേഹം ആരാണ്? കൃഷ്ണദേവരായ. ഇദ്ദേഹം ആരായിരുന്നു? വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. കൃഷ്ണദേവരായരായിരുന്നു വിജയനഗരത്തിലെ പ്രധാന ഭരണാധികാരി. കൃഷ്ണദേവരായർ ആരായിരുന്നു? വിജയനഗരത്തിലെ പ്രധാന ഭരണാധികാരി. വിജയനഗര രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതൂ. രക്ഷിതാക്കൾ കുട്ടികളെ സഹായിക്കുന്നുണ്ടല്ലോ അല്ലേ? വിജയനഗരത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇനി നമുക്ക് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ബാമിനി എന്ന സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അലാവുദ്ദീൻ ഹസൻ ബാമിൻ ഷാ ആയിരുന്നു ബാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റേച്ചൂർ പ്രദേശം ഫലഭൂയിഷ്ഠമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് റേച്ചൂർ പ്രദേശം അറിയപ്പെടുന്നത്. റേച്ചൂർ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകനാണ് അലാവുദ്ദീൻ ഹസൻ ബാമിൻ ഷാ. ആരാണ് അലാവുദ്ദീൻ ഹസൻ ബാമിൻ ഷാ? കുട്ടികളൊന്ന് ശ്രദ്ധിച്ചേ. ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ ആണ് അലാവുദ്ദീൻ ഹസൻ ബാമിൻ ഷാ. ഇത്തിരി നീളമുള്ള പേരാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അലാവുദ്ദീൻ ഹസൻ ബാമിൻ ഷാ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റേച്ചൂർ പ്രദേശം ഫലഭൂയിഷ്ഠമായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, ടീച്ചർ ചോദ്യങ്ങൾ ചോദിക്കും. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് റേച്ചൂർ പ്രദേശം അറിയപ്പെടുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ എന്നാണ് റേച്ചൂർ പ്രദേശം അറിയപ്പെടുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ ഏതാണ്? അതെ, റേച്ചൂർ പ്രദേശം. ഏത് നദികൾക്കിടയിലാണ് റേച്ചൂർ പ്രദേശം കിടക്കുന്നത്? അത് തന്നെ, കൃഷ്ണ, തുംഗഭദ്ര. നല്ല കുട്ടികൾ. ഫലഭൂയിഷ്ഠമായ റേച്ചൂർ പ്രദേശത്തിനു വേണ്ടി വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജാക്കന്മാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ഫലഭൂയിഷ്ഠമായ ഈ റേച്ചൂർ പ്രദേശം നമ്മുടെ ഇന്നത്തെ ഭൂപടത്തിൽ എവിടെയാണെന്ന് നമുക്കൊന്ന് കാണാം. ബാമിനി രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ബാമിനി രാജ്യത്തെക്കുറിച്ച് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പശ്ചിമേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ മറാത്തയെക്കുറിച്ചാണ്. കോമൺ ഈറ 17-ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബല ശക്തിയായി മാറിയത്. വിന്ധ്യ, സത്പുര പർവ്വതങ്ങളും നർമ്മദ, താപ്തി നദികളും
മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. മറാത്ത രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ സ്ക്രീനിൽ കണ്ടില്ലേ? ഇനി നമുക്ക് വിശദമായി ഒന്ന് പരിചയപ്പെടാം. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ശിവജി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് ശിവജി സ്വീകരിച്ചു. ഒന്ന് ശ്രദ്ധിച്ചേ, ശിവജി സ്വീകരിച്ച സ്ഥാനപ്പേര് എന്താണ്? ഛത്രപതി. ഛത്രപതി എന്ന സ്ഥാനപ്പേര് ശിവജി സ്വീകരിച്ചു. എല്ലാവരും ടീച്ചറോടൊപ്പം ഒന്ന് പറഞ്ഞേ, ഛത്രപതി. ശിവജി സ്വീകരിച്ച സ്ഥാനപ്പേര് എന്താണ്? ഛത്രപതി. ഓക്കെ, നല്ല കുട്ടികൾ. ശക്തമായ കരസേനയും നാവികസേനയും ആയിരുന്നു മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകത. എന്തായിരുന്നു മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകത? ശക്തമായ നാവികസേനയും കരസേനയും. ഒന്ന് പറയൂ, എന്തായിരുന്നു മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകത? അതെ, ശക്തമായ നാവികസേനയും കരസേനയും. മാഷ് ചോദിക്കട്ടെ, എന്തായിരുന്നു മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകത? അതെ, ശക്തമായ നാവികസേനയും കരസേനയും. നല്ല കുട്ടികൾ. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെയായിരുന്നു. എവിടെയായിരുന്നു മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം? പൂനെ. കുട്ടികളെല്ലാവരും ഒന്ന് പറഞ്ഞേ, മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു. മാഷിനോടൊപ്പം ഒന്ന് ചേർന്ന് പറയൂ, മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു. നല്ല കുട്ടികൾ. നമ്മൾ ഇന്ന് പഠിച്ച മറാത്ത രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതൂ. രക്ഷിതാക്കൾ കുട്ടികളെ സഹായിക്കണം കേട്ടോ. നമ്മൾ പഠിച്ച മറാത്ത രാജ്യത്തെക്കുറിച്ച് ഒന്ന് കണ്ടു നോക്കി. ഇന്ന് എന്തെല്ലാം പഠിച്ചു? ചോളരാജ്യം, വിജയനഗരം, ബാമിനി രാജ്യം, മറാത്ത രാജ്യം. മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ബാമിനി രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആര്? ദക്ഷിണേന്ത്യയുടെ നെല്ലറ. റേച്ചൂർ പ്രദേശം ഏത് നദികൾക്കിടയിലാണ് കിടക്കുന്നത്? സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് രാജവംശങ്ങളെയും പ്രദേശങ്ങളെയും യോജിപ്പിക്കുക. തന്നിരിക്കുന്നവയിൽ നിന്ന് രാജവംശത്തിൻ്റെ ഭരണാധികാരികളെ ശരിയായി യോജിപ്പിക്കുക. മധ്യകാല ഇന്ത്യയിലെ വിവിധ രാജവംശങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ നിങ്ങളുടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുക.